ഷിറിജിൽ മാക്കുറ്റി സമാനമായ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സർക്കാരിന് വേണ്ടിയിട്ടുള്ള PR എക്സസൈസോ സർക്കാരിൻ്റെ പ്രചാരണ പരിപാടികളോ ആണ്. അതിലാരും തർക്കിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നവകേരള സർവേ നടത്താനുള്ള തീരുമാനത്തിനെതിരെ KSUവിൻ്റെ നേതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അനുകൂല ഉത്തരവ് കിട്ടി. ഇന്നിപ്പോൾ നോക്കൂ, സുപ്രീം കോടതി അതിൻ്റെ ആ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ്, സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി ആ പദ്ധതികൾ സംബന്ധിച്ച വിവരം തേടുന്നതിൽ, സർക്കാർ പണം മുടക്കി നടപ്പാക്കുന്ന പദ്ധതികളുടെ ഫീഡ്ബാക്ക് തേടുന്നതിൽ എന്താണ് തെറ്റ്, ജനങ്ങളെ കേൾക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുകൂടി സുപ്രീം കോടതി ചോദിച്ചു. ഈ സാങ്കേതികമായ നടപടിക്രമങ്ങളുടെയൊക്കെ പേരിൽ നിയമ പോരാട്ടവും പൊതുചർച്ച ഉണ്ടാക്കുന്നതുകൊണ്ട് വിശേഷിച്ച് ഗുണമുണ്ടോ? ശ്രീ അഭിലാഷേ, ഇപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി അവരുടെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച്, നാട്ടിലെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്തോട്ടെ, ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ വിധിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുമ്പോൾ സർക്കാരിൻ്റെ വിവേചനമായ അവകാശത്തിൽ ഹൈക്കോടതി കയറുന്നു എന്നുള്ള വിഷയത്തിനകത്താണ് അത് സ്റ്റേ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അതിനകത്ത് കക്ഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, അതിനകത്ത് കക്ഷി ചേർന്ന ആളുകളുണ്ട്. അവരുടെ വാദം സുപ്രീം കോടതി കേട്ടിട്ടില്ല. മുബാസും അതോടൊപ്പം അലൂഷി സേവ്യർ ഉൾപ്പെടെയുള്ള KSU നേതാക്കന്മാർ കൊടുത്ത ഹർജിക്കകത്ത്, ആ ഹർജിക്കകത്താണ് ഹൈക്കോടതിക്കകത്ത് അത്ര തീരുമാനം എടുത്തത്. അപ്പോൾ സ്വാഭാവികമായി അവരെ കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറാവും. ആ സുപ്രീം കോടതി തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വാദം അവിടെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തും. ആ രേഖപ്പെടുത്തിയ ശേഷം ഫൈനലായിട്ടുള്ളൊരു വിധി വരുമ്പോഴാണ് ഇത് സമ്പൂർണ്ണമായി ഇത് സ്റ്റേ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവരെ കേട്ടിട്ടില്ലല്ലോ, കേൾക്കാനുള്ള അവസരം അവർക്ക് തീർച്ചയായും കോടതിക്കകത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് എന്താ പ്രശ്നം, ഇത് സർക്കാർ ഒരു പാർട്ടി സെക്രട്ടറി സെപ്റ്റംബർ 8-ാം തീയതി 23-ന് പാർട്ടി സഖാക്കൾ കത്തയക്കാണ്. ഒക്ടോബർ 8-ന് ക്യാബിനറ്റ് കൂടിക്കൊണ്ട് ഇതേ കാര്യങ്ങൾ പറയണം. അപ്പോൾ സർക്കാരിൻ്റെ ഒരു പണിയെടുക്കുക സർക്കാർ എടുത്തോട്ടെ, പാർട്ടി പണി സർക്കാർ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ സർക്കാരിനെയും പാർട്ടിയും ചേർന്നുകൊണ്ട് ഈ സർക്കാർ വീണ്ടും വരാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ വോയിസ് ഉൾപ്പെടെ പുറത്തു വന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ കേട്ട് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ മൂന്നാം സർക്കാർ വരുമെന്നുള്ളതാണ് ഇവർ കരുതെങ്കിൽ അത് വരാൻ പോകുന്നില്ല എന്നുള്ളത് സമീപകാല തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്കറിയാലോ, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളായാലും അതിനുശേഷം ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ പ്രശ്നം ഷിറിജിൽ മാക്കുറ്റി സാധാരണ നിലയിൽ അവസാനത്തെ വർഷം സർക്കാരുകൾ, അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാവട്ടെ, AK ആന്റണിയുടെ സർക്കാരാവട്ടെ, VSന്റെ സർക്കാരാവട്ടെ, സർക്കാരുകൾ അവരുടെ പ്രവർത്തനത്തിന് അവസാനത്തെ മാസമാണ് മാക്സിമം പരസ്യം കൊടുക്കുക. പത്രങ്ങളിൽ, ചാനലുകളിൽ, റേഡിയോയിൽ, എന്തിന് നമ്മുടെ നാട്ടുമ്പുറത്തെ ഹോർഡിങ്ങുകൾ വരെ വ്യാപകമായി വലിയ തോതിൽ പരസ്യം ചെയ്യും. എല്ലാ സർക്കാരും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ട്, ആന്റണി ചെയ്തിട്ടുണ്ട്, VS ചെയ്തിട്ടുണ്ട്, പിണറായി ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ ഇവർ പരസ്യം കൊടുക്കുക തന്നെയാണ്. പരസ്യം കൊടുക്കാൻ അല്ലെങ്കിൽ PR എക്സസൈസിന് പരമ്പരാഗത മാർഗങ്ങൾക്ക് അപ്പുറത്ത് വേറെ മാർഗങ്ങൾ കണ്ടെത്തുന്നു. അതിപ്പോൾ വലിയ ആനക്കാരിയാണോ? അല്ല അഭിലാഷ്, ഈ പണം ചെലവഴിക്കുന്നത് ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ കീഴിലോ അല്ലെങ്കിൽ പ്ലാനിംഗ് വകുപ്പിന്റെ കീഴിലോ ചെലവഴിക്കേണ്ട പണം എങ്ങനെ PRD ചെലവഴിക്കുന്നത് എന്നുള്ളതാണ്. പണം ചെലവഴിക്കുന്നതിന് മാനദണ്ഡമില്ലേ? ഈ പണം ഈ നവകേരള സർവേക്ക് ഉപയോഗിച്ച പണം എവിടുന്നാണ്? അത് ധനകാര്യ വകുപ്പിൻ്റെതാണോ അല്ലെ ഈ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റല്ലോ? അപ്പോൾ ഈ PRD ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പണം മുഴുവൻ ചെലവഴിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി PRDക്ക് ചെയ്യേണ്ട പണി എക്സസൈസ് വേറെയുണ്ട്. ആ എക്സസൈസ് അല്ല ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പറയുന്ന വകുപ്പുകൾ ചെയ്യേണ്ട പണം ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ PRDയെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ അത് ശരിയാണോ? അപ്പൊ അത് ചോദ്യം ചെയ്യപ്പെടണ്ടേ? ഇവർ പ്രചരിപ്പിച്ചോട്ടെ, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ എത്രത്തോളം വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഈ നാട്ടിനകത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട്, തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നതിന് മുമ്പ് വ്യാപകമായി 40% പൂർത്തിയായ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നിയമസഭയുടെ മുമ്പിലുള്ള MLA ഹോസ്റ്റൽ പോലും നിങ്ങൾക്കൊക്കെ കാണുന്നില്ലേ, 40% പണി പൂർത്തിയായില്ല. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ കണ്ടിരുന്നു. അത് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും പദ്ധതി പൂർത്തിയാകാത്ത ബിൽഡിങ്ങുകൾ പൂർത്തിയാകാത്ത കത്രിക വെച്ചുകൊണ്ടിരിക്കുക. ജനങ്ങളുടെ സാധാരണക്കാർ രോഗികളുടെ വയറ്റിൽ മാത്രമല്ല കത്രിക വെക്കുന്നത്, ഗവൺമെന്റുകൾ പൊതുവെ ചെയ്യുന്നതാണ് എന്നാണ് എന്റെ ഒരു പക്ഷം അക്കാര്യത്തിൽ. കേട്ടോ, നമ്മള് ഇപ്പോ കണ്ണൂരല്ലേ റിജിലിരിക്കുന്നത്. ഉമ്മൻചാണ്ടി കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തപ്പോ വിമാനം ഇറങ്ങാൻ പറ്റുന്നതാണോ ഉദ്ഘാടനം ചെയ്തത്? അല്ല, ഒക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ലേ. വിമാനം അവിടെ 90% പദ്ധതി അവിടെ പൂർത്തിയായി. അങ്ങനെയല്ലല്ലോ MLA ഹോസ്റ്റൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാം അറിയുന്ന ഒരു കാര്യമല്ലേ. അവിടെയൊക്കെ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. പക്ഷേ
അല്ല ശരിയാണ്, ഈ MLA ഹോസ്റ്റലിന്റെ പണിയൊന്നും അവരൊക്കെ പൂർത്തിയായിട്ടില്ല. നടത്തിയാൽ പോലും സർക്കാരിന് അനുകൂലമാകുന്ന ഒരു ജനവിധി ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് പറയൂ, ഞങ്ങളോട് പറഞ്ഞതിന്റെ ഭാഗമായി ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഇവർ എത്ര ഓഡിങ്സ് വെച്ചാലും എത്ര പ്രചരണം നടത്തിയാലും ഞങ്ങൾക്കൊരു ഭയമില്ല. പക്ഷെ സർക്കാരിന്റെ പണം ഇങ്ങനെ ദുർവിനിയോഗം ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ചെയ്തത് ഇനി സുപ്രീം കോടതിക്കകത്ത് വരുമ്പോൾ സുപ്രീം കോടതി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വാദം കേൾക്കാൻ, ഞങ്ങളുടെ വാദം കേൾക്കാതെയാണ് വിധി പറഞ്ഞെങ്കിൽ ആ വാദം കേൾപ്പിക്കാൻ സുപ്രീം കോടതി. അപ്പൊ അങ്ങനെ വരുമ്പല്ലേ ഫൈനൽ വിധി പറയും. മാത്രമല്ല ഒറ്റക്കാര്യം ഇപ്പൊ കോടതി പോലും നിരീക്ഷിക്കുന്നതാണ്. ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇനി ശബരിമലയിൽ വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സുപ്രീം കോടതി പോലും ട്രോളാണ്. ആരെ ട്രോളുന്നത്? ഇവരല്ലേ ഭരിക്കുന്നത്. സ്വർണം കട്ടത് ആരപ്പാന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്കെതിരെ പറയും. സുപ്രീം കോടതി പറയോ ആ സ്വർണം പോലും കട്ട ആളുകൾ ഇവരാണെന്ന് കോടതി പോലും ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. മുന്നോട്ട് പോകുന്നത്. ശരി.